അമേരിക്കൻ സ്വപ്നങ്ങളുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച പ്രതിഭകളെ മാടി വിളിച്ചിരുന്ന H-1B വിസ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മരവിപ്പിക്കാൻ ഒരുങ്ങുകയാണോ? 3 വർഷത്തേക്ക് വിസകൾ പൂർണ്ണമായും നിർത്തലാക്കാനും ശമ്പള പരിധി കോടികളിലേക്ക് ഉയർത്താനും ശുപാർശ ചെയ്യുന്ന H-1B വിസ ദുരുപയോഗം തടയൽ നിയമം 2026 അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ നിയമം യാഥാർത്ഥ്യമായാൽ US-ലേക്കുള്ള വഴി തടയുന്നതിനൊപ്പം നിലവിലുള്ളവരുടെ കുടുംബജീവിതവും പ്രതിസന്ധിയിലാകും. IT മേഖലയെയും ഇന്ത്യക്കാരെയും പിടിച്ചുലയ്ക്കുന്ന ഈ നിർണായകമായ മാറ്റങ്ങൾ US തൊഴിൽ വിപണിയുടെ ഗതി മാറ്റുമോ എന്ന് നോക്കാം. US പൗരന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി H-1B വിസ പദ്ധതി 3 വർഷത്തേക്ക് നിർത്തിവെച്ചേക്കും. ഇതടക്കമുള്ള വൻ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ബില്ല് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ അവതരിപ്പിച്ചു. H-1B വിസ ദുരുപയോഗം തടയൽ നിയമം 2026 എന്ന പേരിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. നിരവധി അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ച് ഒപ്പുവെച്ചിട്ടുണ്ട്. നിലവിലെ വിസ സമ്പ്രദായം പൂർണ്ണമായും പരിഷ്കരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. നിലവിൽ വർഷം തോറും 65,000 പേർക്കാണ് വിസ അനുവദിക്കുന്നത്. ഇത് വെറും 25,000 ആക്കി കുറയ്ക്കുക. കുറഞ്ഞ ശമ്പളം വർഷം $2 ലക്ഷം അതായത് ഏകദേശം 1.8 കോടി രൂപയാക്കുക. H-1B വിസയിൽ എത്തുന്നവർക്ക് ആശ്രിതരെ കൊണ്ടുവരാൻ അനുവാദം നൽകാതിരിക്കുക തുടങ്ങിയ പരിഷ്കാരങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനായി US-ലെ കമ്പനികൾ H-1B വിസ പദ്ധതി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ലോട്ടറി സമ്പ്രദായത്തിന് പകരം വേതനാധിഷ്ഠിത സെലക്ഷൻ സംവിധാനം സ്ഥാപിക്കുക, യോഗ്യതയുള്ള ഒരു US പൗരനായ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും പിരിച്ചുവിടലുകൾ നടത്തിയിട്ടില്ലെന്നും തൊഴിലുടമകൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുക, ഒന്നിലധികം ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് H-1B വിസയിൽ എത്തിയ തൊഴിലാളികളെ തടയുക, തേർഡ് പാർട്ടി സ്റ്റാഫിംഗ് ഏജൻസികൾ അവരെ നിയമിക്കുന്നത് നിരോധിക്കുക എന്നിവ ഉൾപ്പെടുന്ന മാറ്റങ്ങൾ ബില്ലിലുണ്ട്. വിസയുള്ളവർക്കൊപ്പം കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനും ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനും വിലക്കേർപ്പെടുത്താൻ ബിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ജോലി പരിചയം തേടാൻ സഹായിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം നിർത്തലാക്കാനും നിർദ്ദേശമുണ്ട്. H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഈ ബില്ല് നിയമമായാൽ വലിയ തോതിൽ തന്നെ ബാധിക്കും. US കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ബില്ല് വെറും ഒരു നയമാറ്റം മാത്രമല്ല, മറിച്ച് വിദേശ തൊഴിലാളികൾക്ക് നേരെയുള്ള കടുത്ത വെല്ലുവിളി കൂടിയാണ്. കുറഞ്ഞ ശമ്പളം $2 ലക്ഷം ആക്കി ഉയർത്തുന്നതും ആശ്രിത വിസകൾ റദ്ദാക്കുന്നതും നടപ്പിലായാൽ US-ലെ തൊഴിലുടമകൾ ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകും. നിലവിൽ ഇത് ഒരു നിർദ്ദേശമായി മാത്രമാണ് സഭയ്ക്ക് മുന്നിലുള്ളതെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ ജാഗ്രത വേണ്ട ഒരു സമയം തന്നെയാണ്. ലോട്ടറി സമ്പ്രദായം അവസാനിക്കുന്നതും ഗ്രീൻ കാർഡ് അപേക്ഷകൾക്ക് വിലക്ക് വരുന്നതും ഇന്ത്യൻ പ്രൊഫഷണലുകളെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കണ്ണു തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ നീക്കങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അമേരിക്കയിൽ എത്തിയ ശേഷം വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. വിസ അഭിമുഖങ്ങൾ മാസങ്ങളും വർഷങ്ങളോളം നീട്ടുന്നു. കർശനമായ നിർദ്ദേശങ്ങളും പരിശോധനകളും കുടിയേറ്റ നിയമങ്ങളെല്ലാം കടുപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. ഇത്തരം സാഹചര്യത്തിൽ പഴയതുപോലെ വിസ ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതല്ല. പ്രത്യേകിച്ച് വിസ അഭിമുഖങ്ങൾ മാസങ്ങളും വർഷങ്ങളോളം നീളുമ്പോൾ അതിനനുസരിച്ച് മറ്റു പല കാര്യങ്ങളിലും കാലതാമസം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാലം അമേരിക്കയിലേക്ക് പോകാന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങൾ ആ രീതിയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്നുള്ള പലരുടെയും സ്വപ്നം ഇനി എന്താകുമെന്ന് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്.